ആവിഷ്കാര സ്വാതന്ത്ര്യം തടയപ്പെടുന്നത് കാണാതിരിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തങ്ങൾക്കിഷ്ടമില്ലാത്ത കലാകാരന്മാർ നാടുവിടണമെന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ ജനാധിപത്യത്തിന്റെ കാതലായ അംശമാണ്. പക്ഷേ അത് തടയപ്പെടുന്ന സാഹചര്യം നാട്ടിൽ വളർന്നു വരുന്നത് നാം കാണാതിരിക്കരുത്. ഇതെല്ലാം മഹത്തായ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ് എന്ന് നാം തിരിച്ചറിയണം. ഫാസിസത്തിൻ്റെ പിൻവാതിൽ പ്രവേശനം ഇതിൻ്റെയെല്ലാം പിന്നിൽ അടങ്ങിയിരിക്കുന്നുവെന്നതും നാം ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു. ബിജേഷ് നടുവിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിജേഷ്, വർണ്ണാഭമായ ഘോഷയാത്ര, പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങുകൾ കാണാൻ വൻ ജനാവലി. ഒന്നാം വേദിയിൽ മത്സരങ്ങൾ ആരംഭിച്ചോ? തീർച്ചയായിട്ടും ഗ്രീഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടെ തന്നെയാണ് 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം, ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി കലാമേളയ്ക്ക് കണ്ണൂരിൽ തുടക്കമായിരിക്കുന്നത്. അതിൻ്റെ വർണ്ണശബളമായ ഘോഷയാത്ര തന്നെ കണ്ണൂരിൻ്റെ പ്രൗഢിയും പെരുമയും എടുത്തു കാണിക്കുന്നത് തന്നെയായിരുന്നു എന്നത് നമുക്ക് പറയേണ്ടി വരും. അതിനുശേഷം നടന്ന ഉദ്ഘാടന ചടങ്ങാകട്ടെ പ്രൗഢഗംഭീരമായ സദസ്സിന് മുന്നിലാണ് നടന്നത് എന്നതും കണ്ണൂരിൻ്റെ ജനങ്ങൾ ഏത് രീതിയിലാണ് 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ സ്വീകരിച്ചത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔപചാരികമായിട്ട് 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ആനുകാലിക പ്രസക്തിയുള്ള ചില കാര്യങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, എഴുത്തുകാരും കലാകാരന്മാരും സമൂഹത്തിൻ്റെ ചാലക ശക്തികളാണ്. അവർക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ കടന്നുകയറ്റം തന്നെയാണ്. അത് ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ്. അത് അംഗീകരിച്ചുകൂടാ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ മത്സരങ്ങൾക്കപ്പുറത്തേക്ക് അനാരോഗ്യപരമായ മത്സരങ്ങൾക്ക് കലോത്സവ വേദികൾ ഒരിക്കലും ഒരു വേദിയായി മാറരുത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അനാരോഗ്യപരമായ മത്സരങ്ങൾ ഒരിക്കലും കലോത്സവത്തിന് ഗുണകരമാവുകയില്ല. അതോടൊപ്പം തന്നെ വർഷങ്ങളോളം പരിശ്രമിച്ചുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥിയും കലോത്സവ വേദിയിൽ എത്തുന്നത്. അവർക്ക് ആ കലോത്സവ മത്സരത്തോടൊപ്പം തന്നെ സമ്മാനം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ആ കലാരൂപത്തെ കൈവിട്ടു പോകുന്ന ചില സന്ദർഭങ്ങളെങ്കിലും ചിലരിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇനി ഉണ്ടാവരുത്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള ആ കലാരൂപത്തെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അതുകൊണ്ട് സമൂഹത്തിന് ഗുണകരമാവുകയുള്ളൂ എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ചലച്ചിത്ര പിന്നണി ഗായിക ചിത്രയായിരുന്നു ഇവിടെ പ്രധാന വേദിയിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരുന്നത്. 35 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രീയ സംഗീതത്തിൽ അവർ കലോത്സവ നഗരിയിൽ നിന്നും സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് അവർ കലോത്സവ നഗരിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പല്ലവി ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം തന്നെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന സദസ്സിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. കണ്ണൂരിൽ 4ാം തവണയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിൽ കലോത്സവം എത്തുന്നതും. ഇന്നത്തെ മത്സരക്രമങ്ങൾ എങ്ങനെയാണ്? ഒപ്പം പ്രേക്ഷകരുടെ പങ്കാളിത്തവും എങ്ങനെയാണ്? ഗ്രീഷ്മ, പ്രധാന വേദിയായ നിളയിൽ അല്പസമയങ്ങൾക്കകം മോഹിനിയാട്ടം ആരംഭിക്കും. മോഹിനിയാട്ടം ആണ് ഇന്നത്തെ പ്രധാന ഇനവും. അതോടൊപ്പം തന്നെ മറ്റ് 7 വേദികളിലാണ് മൊത്തത്തിൽ ഇന്ന് മത്സരങ്ങൾ നടക്കുന്നത്. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, തിരുവാതിര, കഥകളി അടക്കമുള്ള 7 മത്സരങ്ങളാണ് ഇന്ന് പുരോഗമിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ മത്സരങ്ങളാണ് എല്ലാം തന്നെ നടക്കുന്നതും. വേദികളിൽ നിന്ന് മത്സരങ്ങൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. പ്രധാന വേദിയിൽ എനിക്ക് പുറകിൽ കാണുന്ന പോലീസ് മൈതാനിയിലെ നിളയിലാണ് മോഹിനിയാട്ടം ആരംഭിക്കാനുള്ളതും. ബിജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വർണ്ണശബളമായ ഘോഷയാത്ര തന്നെയാണ് നടന്നത്. കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു.
കഥകളിയും മോഹിനിയാട്ടവും ഒപ്പനയും മാർഗം കളിയുമൊക്കെ അണിനിരുന്ന ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളടക്കം 10,000-ഓളം പേരാണ് പങ്കെടുത്തത്. വിവിധ നിശ്ചല ദൃശ്യങ്ങളും ബാൻഡുമേളവും ശിങ്കാരിമേളവും കേരളത്തിന്റെ തനതു നൃത്തവേഷവിധാനങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികളും ഘോഷയാത്രയുടെ മിഴിവിന് കൊഴുപ്പേകി. സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കണ്ണൂർ റേഞ്ച് ഐ ജി ദിനേശ് കശ്യപും ഗായിക സൈനോര ഫിലിപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കണ്ണൂർ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. സെന്റ് മൈക്കിൾസ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് പ്രഭാത് പ്ലാസ കവല വഴി പഴയ സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പ്രധാന വേദിയായ പോലീസ് ഗ്രൗണ്ടിലെ നിളയിലേക്ക് ഘോഷയാത്ര എത്തിയത്. ഘോഷയാത്ര കടന്നുപോയ വഴിയിൽ പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് കാഴ്ചക്കാരായി എത്തിയിരുന്നത്. കേരളത്തിന്റെ കലാ സാംസ്കാരിക പരിച്ഛേദങ്ങൾ അടങ്ങിയ ഘോഷയാത്രയിൽ 60 പ്ലോട്ടുകളാണ് ഉൾപ്പെടുത്തിയത്. കലോത്സവ നഗരിയിൽ നിന്നും ടീം പീപ്പിളിനു വേണ്ടി വിനിഷ വൃന്ദാവൻ. ദില്ലിയിൽ ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. തത്സമയം സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അത് ഞാൻ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരത്തക്ക വിധത്തിലുള്ള ഒരു കോൺഗ്രസ് ഭരണഘടന ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കോൺഗ്രസ് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അല്ലാതെ ഞാൻ അല്ല അത് കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ലളിതമാക്കാൻ ജനാധിപത്യ സ്വഭാവം പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടി സുഗമമാക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള നിർദ്ദേശമാണ് എടുത്തിട്ടുള്ളത്. അതും ഹൈക്കമാൻഡാണ് പരിശോധിച്ച് തീരുമാനിക്കേണ്ടത്. അല്ല അങ്ങനെ തുടർ ചർച്ചയ്ക്കൊന്നുമുള്ള ആവശ്യമൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ അവസാനിക്കേണ്ടത്. DCCകളിൽ പുനഃസംഘടന ഹൈക്കമാൻഡ് ഏറെ ചർച്ചകൾക്ക് ശേഷം പ്രഖ്യാപിച്ചപ്പോൾ ഏറെ കാലത്തിന് ശേഷം നടന്ന ഏറ്റവും മികച്ച ഒരു അഴിച്ചുപണിയായിട്ടാണ് അതിനെ പൊതുവായി ആളുകൾ കണ്ടത്. മാധ്യമങ്ങളാണെങ്കിലും അതിനെ പ്രകീർത്തിക്കുകയത് ഒരു തലമുറ മാറ്റം, യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു മാറ്റം, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനെ സ്വാഗതം ചെയ്യുന്നു, യാതൊരു സംശയവുമില്ല. DCC പുനഃസംഘടന കഴിഞ്ഞ് KPCC തലത്തിലൊരു പുനഃസംഘടനയുടെ ആവശ്യം ഇപ്പം നിലവിലുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദില്ലിയിൽ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു ഉമ്മൻചാണ്ടി. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ തൃപ്തനാണെന്നും ഇനിയുള്ള രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കുമെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ തൃപ്തനാണെന്ന് ഉമ്മൻചാണ്ടി ദില്ലിയിൽ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. മറ്റു വാർത്തകളിലേക്ക്. ATMിൽ നിന്നും പ്രതിദിനം പിൻവലിക്കാൻ പറ്റുന്ന തുകയുടെ പരിധി ഉയർത്തി. 10,000 രൂപയാണ് പിൻവലിക്കാൻ കഴിയുക. നേരത്തെ ഇത് 4,500 രൂപയായിരുന്നു. ആഴ്ചയിൽ പിൻവലിക്കാൻ കഴിയുന്ന തുക 24,000 തന്നെ നിലനിർത്തി. അതേസമയം കറണ്ട് അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ വരെ പിൻവലിക്കാം. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഗ്രീഷ്മ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് റിസർവ് ബാങ്ക് നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഭാഗികമായ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഒരാൾക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു ദിവസം പിൻവലിക്കാവുന്നത് ഇതുവരെ 4,500 രൂപയായിരുന്നു. അത് 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുക 50,000 ആയിരുന്നത് 1 ലക്ഷമായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. മറ്റു നിയന്ത്രണങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടുമില്ല. 24,000 രൂപ വരെ ഒരാൾക്ക് ഒരാഴ്ച ബാങ്കിൽ നിന്ന് പിൻവലിക്കാവുന്നതാണ്. ഇത് ഉയർത്തണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നെങ്കിലും അക്കാര്യത്തിൽ മാറ്റമൊന്നും വരുത്തിയില്ല. പകരം ATMിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തി കറണ്ട് അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാവുന്ന തുകയുടെ ഭേദഗതിയും വരുത്തിയിരിക്കുന്നു. ഇത് 2ാം തവണയാണ് ഡിസംബർ 30-ന് ശേഷം നിയന്ത്രണങ്ങളിൽ റിസർവ് ബാങ്ക് ഇളവ് വരുത്തുന്നത്. സംസ്ഥാന പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. പോലീസ് ഇന്റലിജൻസ് മേധാവിയായി മുഹമ്മദ് യാസിനെ നിയമിച്ചു. R. ശ്രീലേഖയെ ജയിൽ മേധാവിയായും രാകേഷ് തിവാനെ ഉത്തരമേഖല ADGP-ആയും നിതിൻ അഗർവാളിനെ ക്രൈംബ്രാഞ്ച് ADGP-ആയും നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. ടോമിൻ ജെ തച്ചങ്കരിയാണ് കോസ്റ്റൽ പോലീസ് ADGP. പോലീസ് ഇന്റലിജൻസ് മേധാവിയായിരുന്ന R. ശ്രീലേഖയെ ജയിൽ മേധാവിയായി നിയമിച്ചു.
ഉത്തരമേഖല ADGP ആയി DGP റാങ്കുള്ള രാകേഷ് ദിവാനെയാണ് നിയമിച്ചിരിക്കുന്നത്. മുഹമ്മദ് യാസിനാണ് പുതിയ ഇന്റലിജൻസ് മേധാവി. ക്രൈംബ്രാഞ്ച് ADGP ആയി നിതിൻ അഗർവാളിനും പോലീസ് ആസ്ഥാനത്തെ ADGP ആയി അനിൽകാന്തിനും നിയമനം നൽകി. IG ആയി സ്ഥാനക്കയറ്റം ലഭിച്ച P വിജയന് എറണാകുളം റേഞ്ച് IG ആയാണ് നിയമനം. KSCB വിജിലൻസ് ADGP ആയിരുന്ന K പത്മകുമാറിനെ കേരള പോലീസ് ട്രെയിനിംഗ് അക്കാദമി ഡയറക്ടറായി നിയമിച്ചു. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് MD ആയിരുന്ന ടോമിൻ തച്ചങ്കരിക്ക് ലഭിച്ച പുതിയ നിയമനം കോസ്റ്റൽ പോലീസ് ADGP. ക്രൈംബ്രാഞ്ചിൽ IG 1 ആയി മഹിപാൽ യാദവിനെയും IG 2 ആയി R ശ്രീജിത്തിനെയും നിയമിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. സുധീഷ് കുമാർ ADGP ആംഡ് ബറ്റാലിയൻ, KK ലക്ഷ്മണ IG ഇന്റേണൽ സെക്യൂരിറ്റി, DIG ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ഷെഫീൻ അഹമ്മദ് പോലീസ് ആസ്ഥാനം അഡ്മിനിസ്ട്രേഷൻ DIG, ബൽറാം കുമാർ ഉപാധ്യായ പോലീസ് ഹൗസിംഗ് മേധാവി എന്നിങ്ങനെയും IPS തലപ്പത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിഡ്കോ അഴിമതി കേസിൽ മുൻ MD സജി ബഷീറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് FIR സമർപ്പിക്കും. സിഡ്കോയിൽ വഴിവിട്ട് 27 പേരെ നിയമിച്ചതിനാണ് കേസ്. 2010 സിഡ്കോയിൽ നടന്ന ഉന്നത തസ്തികകളിലേക്കുള്ള 27 നിയമനങ്ങളിൽ വൻ ക്രമക്കേട് നടന്നതായാണ് വിജിലൻസിന്റെ ത്വരിത പരിശോധനയിലെ കണ്ടെത്തൽ. 7 പേരെ നിയമിക്കാൻ സർക്കാരിനോട് അനുമതി തേടിയതിനു ശേഷം 23 പേരെ നിയമിച്ചു. ആവശ്യമായ യോഗ്യതയില്ലാത്തവരെയാണ് ഉന്നത തസ്തികകളിൽ നിയമിച്ചത്. PSCക്ക് വിടേണ്ട നിയമനവും സിഡ്കോ ബോർഡ് തന്നെ നടത്തി. MD ആയിരുന്ന സജി ബഷീർ, വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി PC കാസിം എന്നിവർ ഇതിനായി ഗൂഢാലോചന നടത്തിയെന്നും ത്വരിത പരിശോധനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ക്രമക്കേട് നടന്ന സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ SP R സുകേശൻ നിർദ്ദേശിക്കുന്നു. ഇതനുസരിച്ച് സജി ബഷീറിനെ ഒന്നാം പ്രതിയും PC കാസിമിനെ രണ്ടാം പ്രതിയുമാക്കി FIR സമർപ്പിക്കാനാണ് വിജിലൻസ് തീരുമാനം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ത്വരിതാന്വേഷണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. കേരളീയ സമൂഹത്തിൽ RSS പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് മനസ്സിലാക്കാൻ RSS തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായം പറയുന്നവരോട് രാജ്യം വിട്ടുപോകാൻ പറയാൻ RSSകാർക്ക് അവകാശമില്ല. അതേസമയം CK പത്മനാഭനെ പോലുള്ളവരുടെ അഭിപ്രായം കാണേണ്ടതുണ്ട്. BJPക്കാർക്കിടയിലും നേരായി ചിന്തിക്കുന്നവരുണ്ടെന്ന് എന്നാണ് ഇത് കാണിക്കുന്നത്. MDക്ക് സ്വന്തം അനുഭവം വിളിച്ചു പറയാൻ ആരുടെയും അനുമതി ആവശ്യമില്ല. കമലിനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത് RSSന്റെ മ്ലേച്ഛമായ മനോനിലയാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ജിഷ്ണു കോപ്പിയടിച്ചതായി കരുതുന്നില്ല എന്ന് അന്വേഷണ ചുമതലയുള്ള ADGP സുധേഷ് കുമാർ. കോപ്പിയടിക്കാനുള്ള സാഹചര്യം പരീക്ഷാ ഹാളിൽ ഇല്ലെന്നും ജിഷ്ണു കോപ്പിയടിച്ചെന്ന് ദൃക്സാക്ഷികളാരും പറഞ്ഞിട്ടില്ലെന്നും ADGP വ്യക്തമാക്കി. അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഞാൻ എക്സാമിനേഷൻ ഹാൾ പോയി നോക്കി. അത് ഇരിക്കുമ്പോൾ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ആ ലൈൻമെന്റിലെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എല്ലാം നമ്മൾ എല്ലാ ആംഗിൾസ് നോക്കുന്നുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പോയി കയറി നോക്കി. അവിടെ എല്ലാ കാര്യം നോക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ വരുമല്ല. വിജിലൻസ് SP സുകേശിനെതിരെ DGP ശങ്കർ റെഡ്ഡിയുടെ കത്ത്. തനിക്കെതിരായ അന്വേഷണ ചുമതലയിൽ നിന്നും സുകേശിനെ മാറ്റണമെന്ന് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. ശങ്കർ റെഡ്ഡിക്ക് DGPയായി അനധികൃത സ്ഥാനക്കയറ്റം ലഭിച്ചെന്ന കേസാണ് സുകേശൻ അന്വേഷിക്കുന്നത്. എന്നാൽ സുകേശൻ നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന വ്യക്തിയാണെന്നും കത്തിൽ ശങ്കർ റെഡ്ഡി ചൂണ്ടിക്കാട്ടുന്നു.